എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ടെക്നോളജി സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിംബൽ ഓൺ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്യുന്ന 5 തെറ്റായ കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിനേക്കാൾ മുൻപായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഫോൺ വാങ്ങിച്ചപ്പോൾ നല്ല സ്പീഡായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, എന്നാൽ ആദ്യം ലഭിച്ചിരുന്ന സ്പീഡിൽ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പല ആളുകളും പറയാറുണ്ട്. എന്താണ് അതിനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫോൺ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം നമ്മൾ തന്നെയാണ്. ഈ കാര്യങ്ങൾ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ കഴിക്കുന്നത് പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ്. ഹോട്ടലിൽ നിന്നും കഴിക്കാറുണ്ട്, വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ട്. നമുക്കതിൽ ഹോട്ടലിൽ നിന്ന് എടുക്കാം. നമുക്കറിയാം, വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് വളരെ നല്ലത്. ശരീരത്തിന്റെ ആരോഗ്യം സൂക്ഷിക്കുവാനും വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. എന്നാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ ഹോട്ടലുകളിലും സദ്യകളിലും ടേസ്റ്റ് കൂട്ടുവാൻ വേണ്ടി പല ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. അജിനോമോട്ടോ പോലുള്ളവയെല്ലാം ടേസ്റ്റ് കൂട്ടുവാൻ ചേർക്കാറുണ്ട്. ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലെ കണ്ണ്, മുടി, പല്ല് എന്നിവയെ വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതുമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞത് ഫോണുമായി ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കുറവായിരിക്കും. എന്നാൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത് വഴി നിരവധി രോഗങ്ങൾ നമ്മെ കടന്നു പിടിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ഫോണിന്റെ കേസിലും. ഫോണിലേക്ക് നിങ്ങൾ നല്ല ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഫോണിന്റെ പെർഫോമൻസ് സൂപ്പറായി നടക്കും. എന്നാൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് എതിരായാൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന ഔട്ട്പുട്ടും വളരെ മോശമായിരിക്കും. 1 വർഷം കഴിയുമ്പോൾ ഫോൺ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ബാറ്ററി പെർഫോമൻസ് കുറയുകയും അങ്ങനെ നിങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുവാൻ തടസ്സമായി വരും. ഒന്നാമതായി, നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്യും. ഞാനിവിടെ UC ബ്രൗസറാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നിങ്ങൾക്കിവിടെ പെർമിഷൻ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കുക, ഇവിടെ UC ബ്രൗസർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാൻ എന്തൊക്കെ പെർമിഷനാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ക്യാമറ, കോണ്ടാക്ട്സ്, ലൊക്കേഷൻ, മൈക്രോഫോൺ എന്നിവയെല്ലാം ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ഈ പെർമിഷൻ എല്ലാം കൊടുക്കുന്നത് വഴി UC ബ്രൗസർ എന്ന ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയവർക്ക് നിങ്ങളുടെ ഫോൺ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ ഈ പെർമിഷൻ എല്ലാം കൊടുക്കുന്നത് വഴി നിങ്ങളുടെ രഹസ്യമായ വിവരങ്ങൾ ചോർത്തപ്പെടാൻ സാധ്യത ഉണ്ട് എന്നാണ് ചുരുക്കം. എന്നാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആപ്ലിക്കേഷൻ അലോ ചെയ്യാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അലോ ചെയ്യാൻ കാണിക്കുന്നത് മുഴുവൻ അലോ ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല. UC ബ്രൗസർ എന്ന ആപ്ലിക്കേഷൻ വർക്ക് ആകുവാൻ ചില പെർമിഷൻ മാത്രം കൊടുത്താൽ മതി. നമുക്ക് എല്ലാ പെർമിഷനും അലോ ചെയ്യേണ്ട കാര്യമില്ല. പെർമിഷൻ എങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ആപ്സ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. എന്റെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്നാണ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഡൗൺലോഡഡ് എടുക്കാം. ഇവിടെ എന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും കാണുന്നുണ്ട്. ഞാനിവിടെ UC ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, UC ബ്രൗസറുമായി ബന്ധപ്പെട്ട സകല ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ആപ്പ് പെർമിഷൻ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില ഓപ്ഷൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാമറ അവർക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ നമ്മൾ അതിൽ നിന്ന് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള പെർമിഷൻസ് മാത്രം അലോ ചെയ്ത് കൊടുക്കാം. അല്ലാത്തതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാമറ ഡിസേബിൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കോണ്ടാക്ട് ഡിസേബിൾ ചെയ്യുകയാണ്. ലൊക്കേഷൻ ഡിസേബിൾ ചെയ്യുകയാണ്.
അതുപോലെ തന്നെ സ്റ്റോറേജ് ആവശ്യമായി വരും. ടെലിഫോൺ ഡിസേബിൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ മൈക്രോഫോണും സ്റ്റോറേജ് മാത്രമാണ് എനേബിൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി 4 ഓപ്ഷൻസും ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുവഴി ഫോണിന്റെ പെർഫോമൻസ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള പേഴ്സണൽ ഡാറ്റാസ് മറ്റുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പർമാർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും. അടുത്തതായി നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമുക്ക് ജിയോ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് നോർമലി 1 GB ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ സാധിക്കും. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് 1 GB പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നത്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ യൂട്യൂബ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് പകുതി ലാഭിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോയ്ക്ക് വലതുഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് താഴെ ഭാഗത്തായി ക്വാളിറ്റി എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയുടെ ക്വാളിറ്റി കാണുവാൻ സാധിക്കും. ജിയോ 4G സ്പീഡ് ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ 720p HD ക്വാളിറ്റി ആയിരിക്കും. എന്നാൽ നിങ്ങൾ അത് 360p ആക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നോർമൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണുവാനും അതുപോലെ തന്നെ വളരെയധികം ഇന്റർനെറ്റ് ലാഭിക്കാനും സാധിക്കും. മൂന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിലെ റാം പ്രവർത്തനങ്ങളെ നിർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാche ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലീൻ മാസ്റ്റർ, സൂപ്പർ ക്ലീനർ തുടങ്ങിയ ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ശുദ്ധ തട്ടിപ്പ് ആപ്ലിക്കേഷനുകളാണ് ക്ലീൻ മാസ്റ്റർ, സൂപ്പർ ക്ലീനർ, സി ക്ലീനർ തുടങ്ങിയവയെല്ലാം. ഈ ആപ്ലിക്കേഷൻസ് വർക്ക് ആകുവാൻ കൂടുതൽ എനർജി ആവശ്യമായി വരും. നിങ്ങളുടെ ബാറ്ററി ലെവൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഫോണിലെ ക്യാche ഫയൽസ് എങ്ങനെ കളയാമെന്ന്. അതിനായി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻസും ആവശ്യമില്ല. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്യാച്ച്ഡ് ഡാറ്റ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ ക്യാച്ച്ഡ് ഡാറ്റ റിമൂവ് ചെയ്യണമോ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഓക്കെ എന്ന് കൊടുക്കാം. നിങ്ങളിവിടെ ക്യാച്ച്ഡ് ഡാറ്റ റിമൂവ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫോണിന്റെ സ്പീഡ് നോർമലി വർദ്ധിക്കുകയും ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ക്യാച്ച്ഡ് ഡാറ്റ ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കും. നാലാമതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ടിപ്പാണ്. സാധാരണ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നത് രാത്രി സമയങ്ങളിലാണ്. നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ചാർജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ ചാർജ് ആവാൻ സാധ്യതയുണ്ട്. ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫോണിലേക്കുള്ള സിഗ്നൽസ് കട്ടാവുകയും പെട്ടെന്ന് ഫോൺ ചാർജ് ആവുകയും ചെയ്യും. അഞ്ചാമതായി നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ച് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് ഫോൺ പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് പവർ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം റീബൂട്ട് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. റീബൂട്ട് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫോണിലുള്ള അൺവാണ്ടഡ് ഫയൽസ് വൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ സ്റ്റോറേജും കൂട്ടുവാനിടയാക്കും. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.